സ്മാർട്ട് ഹീറോസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാതെ അരങ്ങത്തേക്കിറങ്ങി തങ്ങൾ പ്രവർത്തിച്ച മേഖലകളിലെല്ലാം തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കൂട്ടം സഹോദരിമാരുടെ കൂട്ടായ്മയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. കയ്പമംഗലം 18 മുറിയിലുള്ള ടീം സിസ്റ്റേഴ്സ് എന്ന ഗ്രൂപ്പിൻ്റെ വിശേഷങ്ങൾ വിവരണങ്ങൾക്കതീതമാണ്. സ്വയം പര്യാപ്തതയാർജിച്ച ഇവർ കലാപരമായ മേഖലകളിലും തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുകയാണ്. നമ്മൾക്ക് ഇവരുമായി അല്പസമയം ചിലവഴിക്കാം. ടീം സിസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കാം. ഞങ്ങളുടെ ഗ്രൂപ്പ് 2 വർഷത്തിലേറെയായി ഈ കലാപരമായ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച് കലാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. വിവിധ സ്റ്റേജുകളിലെല്ലാം ഞങ്ങൾ ഈ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുകയും സമ്മാനങ്ങളൊക്കെ നേടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ ഗ്രൂപ്പിനെ ഒന്നും കൂടി ശക്തിപ്പെടുത്താനുള്ള ഒരു തത്രപ്പാടിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള അരങ്ങേറ്റമായിട്ടാണ് ഇന്ന് ഇവിടെ തുടങ്ങുന്നത്. ആരാണ് ഇത്തരത്തിലുള്ള ആശയം നിങ്ങളോട് മുന്നോട്ട് വെച്ചത്? ഈ ഗ്രൂപ്പിലുള്ള ആരാണ്? ഓരോ അംഗങ്ങളും ഓരോരുത്തരുമായിട്ട് ഞങ്ങൾ തൊഴിലുറപ്പ് സമയം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ വെറുതെ കളിച്ച് പഠിച്ച് അങ്ങനെ പല സ്റ്റേജുകളും പ്രോഗ്രാമുകളും ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ അവിടെയൊക്കെ പോയി ട്രോഫികളും പൈസകളും ഓരോ സമ്മാനങ്ങളും നേടി. അപ്പോൾ അത് ഓമന ചേച്ചിയാണ് ഇതിൻ്റെ ഹെഡ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയിട്ട് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്? ഞങ്ങൾ കൊടുങ്ങല്ലൂർ, നാട്ടുകുട്ടം, നിറനിലാവ്, മതിലകത്ത്, പൊലിമ ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ പഞ്ചായത്ത്, ജില്ല, പെരിങ്ങോട്ടുകര, ജില്ലാ സ്ഥലങ്ങളിലൊക്കെ പോയി ഞങ്ങൾ അവതരിപ്പിച്ച് അവിടെ നിന്ന് സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. ട്രോഫികള്, പൈസ. നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങളെ ഇത്തരത്തിൽ ഈ നിലയിൽ എത്തിച്ചത് ഓമന ചേച്ചിയാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ പിന്നെ ചേച്ചി എന്തെല്ലാം കളിയിൽ പങ്കെടുക്കാറില്ല? ഞാൻ ഓണക്കളി കളിക്കുമായിരുന്നു ചെറുപ്പത്തിലെ. അപ്പോൾ ഓണപ്പാട്ടിൻ്റെ പണ്ടത്തെ പാട്ടിൻ്റെ 2 പല്ലവി എന്നൊക്കെ പറയൂലേ, ഒന്ന് പാടി വയ്ക്കേ. ഇങ്ങനെയുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഇതേപോലുള്ള കുറച്ച് സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇതേപോലുള്ളൊരു കലാപരിപാടി നമ്മൾക്ക് സംഘടിപ്പിക്കണം, അത് പുറമേ പോയിട്ട് അവതരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആശയം മുന്നോട്ട് വെച്ചു. നിങ്ങളുടെ മനസ്സിലുണ്ടൊരു ആശങ്ക ഉണ്ടാവും, ഇത് വിജയിക്കാതിരിക്കുമോ, അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല. അതെന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റും? എന്താണ് അങ്ങനെ വല്ല നിങ്ങളുടെ മനസ്സിൽ വല്ല ആളമടി? ഓക്കെ എന്താണ് ചേച്ചി? ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ശരിയാവൂലേ എല്ലാത്തിനും പിന്നിൽ നിന്ന് ഓമന ഗോപി എന്നൊരു വ്യക്തി ഞങ്ങൾക്ക് അതിനുള്ള പ്രോത്സാഹനം മറ്റുള്ള കാര്യങ്ങളും ഓരോ വ്യക്തിയുടെയും ഓരോന്നും ഇങ്ങനെ ഇരിക്കുമ്പോൾ ജോലി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഓരോ ഉള്ളിലുള്ളത് ഇങ്ങനെ പുറത്ത് എടുത്ത് ഓരോ വ്യക്തികളെ മനസ്സിലാക്കി എല്ലാവരും കൂടെ കൂടിയിട്ട് അവരെ ഒരേ ചെയ്തും അങ്ങനെ പ്രോത്സാഹിച്ച് ഞങ്ങളെ സ്റ്റേജിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ എത്തി. അപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ആശങ്ക ഉണ്ടായിരുന്നു ഇത് വിജയിക്കോ, മറ്റുള്ളവരെന്ത് പറയും, അങ്ങനെയുള്ള ഒരു ഇതല്ല. ഇപ്പോൾ സമൂഹത്തിലേക്ക് നമ്മൾ പെണ്ണുങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ അപ്പോൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ചേച്ചിക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടും പ്രയാസം മാനസികമായിട്ടുള്ള മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളതിനെ കുറിച്ചൊക്കെ? ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ. പിന്നെ ഞങ്ങൾ ഓരോ സ്റ്റേജിൽ പ്രോഗ്രാം ഇങ്ങനെ അവതരിപ്പിച്ച് ഞങ്ങൾ ആ വിഷമമൊക്കെ മാറി. എന്താ വെച്ചാൽ കാണികൾ കാണുന്നു, നമ്മൾ ചെയ്യുന്നു, ആ ഒരു ധൈര്യം നിങ്ങൾക്കുണ്ട്. അപ്പൊ ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞ? മിനി. ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞ? ജിജി. വീട് എവിടെ?
ഇവിടെ അടുത്ത് തന്നെ ഗ്രാമലക്ഷ്മി. ഞങ്ങക്ക് ഇങ്ങനെ ഭർത്താവ് ഇങ്ങനെ നല്ല പ്രോത്സാഹനം തന്നിരുന്നു. ഈ കളിക്ക് വേണ്ട കാര്യങ്ങള് അവർ ചെയ്തു തരും. മക്കളായിട്ടും ഭർത്താവായിട്ടും കൂടെ വരും. ഞങ്ങള് സ്റ്റേജ് കിട്ടുമ്പോ മക്കളൊക്കെ കൂടെ വരും, ഞങ്ങളെ സഹായിക്കും എല്ലാ കാര്യത്തിലും. എല്ലാ സപ്പോർട്ടും എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവരും സപ്പോർട്ടുണ്ട്. ഓക്കെ, എന്താണ് പേരെന്താണ്? പേരെന്താണ്? ഐഷാബി. എന്താണ് ഈ കുടുംബശ്രീയിലൊക്കെ ഉണ്ടാ? കുടുംബശ്രീ തന്നെയല്ലേ? ഈ കുടുംബശ്രീയിലൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ടാണ് ഈ ആണുങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ പെണ്ണുങ്ങൾ കയറി കയറ്റാണ്ട് കൈയടക്കി എന്നുള്ളൊരു പരാതി ഇന്ന് നിലവിലുണ്ട്. എന്താണ് ചേച്ചി അങ്ങനെ എന്താണ് അവർ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്തെങ്കിലും ഒന്നും പറ. ചേച്ചിയുടെ പേരെന്താണ്? എൻ്റെ പേര് തങ്കാന്നാണ്. ഏത് ഇങ്ങനെ കുടുംബശ്രീക്ക് ഏതെല്ലാം പരിപാടികൾ എന്തെല്ലാം പണികൾ നിങ്ങൾ ചെയ്യുന്ന? ഞങ്ങള് തൊഴിലുറപ്പിൽ ചേർന്നിട്ടുണ്ട്. തെങ്ങിന്റെ നടന്നുറക്കും. ആണുങ്ങൾ കഞ്ഞുടി വിട്ടിക്കും. അങ്ങനൊന്നുമില്ല. ഇല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ചേച്ചിയുടെ പേരെന്താണ്? സരോജിനി. ഈ ആണുങ്ങൾ ചെയ്യുന്ന പണി പെണ്ണുങ്ങൾ ഏറ്റെടുത്ത് ഇപ്പൊ തെങ്ങിന്റെ നടന്നുറക്കല്, വെയില് കെട്ടല്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയപ്പോ ആണുങ്ങളെ പണി കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു പരാതി ഉണ്ട്. അതവർ ശരിക്കും ചെയ്യണ്ടാവുള്ളൂ. അത് അവരെ കുഴപ്പമാണ് അല്ലേ? നമ്മളെ കുഴപ്പമില്ല. നമ്മളെ പണി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു. ഞങ്ങളുടെ പണി ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങള് അത് ശരിക്കും ആണുങ്ങൾ വീഡിയോ വിളിച്ചിരിക്കും. ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അതാണ് അതിന്റെ ശരി. അതാണോ? അങ്ങനെ തന്നെയാണ്. അവനെ വേറൊരു പരാതി ഉണ്ട്. പറമ്പിലെ പൊലിയൊക്കെ പെണ്ണുങ്ങൾ കൂട്ടും, കുടുംബശ്രീക്കാർ ഒന്ന് കൂട്ടും. പക്ഷെ അത് നിരത്താൻ പെണ്ണുങ്ങൾക്ക് പറ്റൂല. എന്താണ് ചേച്ചി അങ്ങനെ? നിരത്തി നിങ്ങൾ നിരത്താറുണ്ട്? അടിപൊളിയായിട്ട് നിരത്തും. ചേച്ചിയുടെ പേരെന്താണ്? എൻ്റെ പേര് സെലീന. നിരത്തുന്നുള്ള ഉറപ്പനാണ്. ഇത് ആണുങ്ങൾ കൂടി കാണുന്നൊരു പരിപാടിന് ഉറപ്പോട് കൂടി കേട്ട് തൊഴിലുറപ്പിലും ഏത് കാര്യത്തിലും 18-ാം വാർഡിനെ വെല്ലാൻ പറ്റില്ല. ഒരു പൊലി കൂട്ടണ കാര്യത്തിലും തെങ്ങിൻ്റെ അട എടുക്കണ കാര്യത്തിലും ഒരു വർക്ക് ചെയ്യണ കാര്യത്തിലും ബ്ലോക്കിൽ പോലും അറിയപ്പെടുന്ന കാര്യമാണ്. 18-ാം വാർഡിനെ ഒരു നിലയ്ക്കും തോൽപ്പിക്കാൻ പറ്റും. നമുക്ക് വെല്ലാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഞാൻ 20-ാം വാർഡായിരുന്നായി പോയി. അതെ, നമുക്കൊരു പാട്ട് പാടാൻ പറ്റിയത് സിംഗിളായിട്ട് ആരാണ്? വേഗം മുന്നോട്ട് വാ. പാടിക്കോ അത് പാട്ട് പാടിക്കോ. ഞാൻ പാടിക്കോ. 4 വരി മതിയാ? പാടിക്കോ ചേച്ചി, ഫുള്ളായിട്ടാണ് പാടിക്കോ. മനസ്സിൻ്റെ മണിയറയിൽ സുന്ദരിയായ മോളുണ്ട്, കിന്നാര കഥ പറയാൻ കൂട്ടിനായൊരു പെണ്ണുണ്ട്, അന്നാര കഥ പറയാൻ കൂട്ടുവന്നൊരു പെണ്ണുണ്ട്, കിന്നാര കഥ പറയാൻ കൂട്ടുവന്നൊരു പെണ്ണുണ്ട്. അല്ലെ മലർ കിളിയഴകാണ്, അഴക് വിടർത്തും ചിരിയാണ്. അല്ലെ മലർ കിളിയഴകാണ്, അഴക് വിടർത്തും ചിരിയാണ്. ഇന്നൻ മനവും അവളാണ്, ഇന്നൻ ഭാഗ്യവും അവളാണ്, സുന്ദരി മോളാണ്. മനസ്സിൻ്റെ മണിയറയിൽ സുന്ദരിയായ മോളുണ്ട്, കഥ പറയാൻ കൂട്ടിനായി കൂടെ വന്നൊരു പെണ്ണാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ നിന്ന് വേണ്ട പ്രോത്സാഹനങ്ങൾ ലഭിക്കാറുണ്ടോ? എന്താണ്? ഹലോ, തല താത്തിയിരിക്കുന്ന ആളെ എന്താ പേരെന്തിന്? പേര് പറ. നിങ്ങളെ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വേണ്ട സഹകരണങ്ങളൊക്കെ ലഭിക്കാറുണ്ടോ? എന്താണ് പേരെന്താണ്? പ്രോത്സാഹനങ്ങൾ പേരെന്താണ്? കയ്യ. ഉറക്കനെ പറ.
കയ്യ. എന്തെല്ലാം സഹായങ്ങളാണ് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാറുള്ളത്? ആ ഉറക്കനെ പറ. ആ കിട്ടാറുണ്ട്. ഇപ്പം നിങ്ങൾ ഈ ടീം സിസ്റ്റേഴ്സിന്റെ പ്രവർത്തനത്തിനുള്ള പ്രോത്സാഹനങ്ങൾ ഉണ്ടാകാറുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ല ഇല്ല കിട്ടാറില്ല. ചേച്ചിയുടെ പേരെന്താണ്? അപ്പൊ നിങ്ങൾക്ക് പഞ്ചായത്തായിട്ട് സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ട് നിങ്ങൾ ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? പഞ്ചായത്തിന് സാമ്പത്തികമായ സഹായങ്ങളൊന്നുമില്ല. അല്ലാത്ത നിലയ്ക്ക് CDSന്റെ കുടുംബശ്രീ വാർഷികത്തിനും മറ്റുള്ള പരിപാടികൾക്കും എവിടെ പോണെങ്കിലും ഈ പ്രോത്സാഹനം ഞങ്ങൾക്കുണ്ട്. CDSന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഇതിന് വേണ്ട പ്രോത്സാഹനമൊക്കെ തരാറുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് ക്യാഷ് അവാർഡൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങളെ പ്രവർത്തനത്തെ മുൻനിർത്തിയിട്ട് നിങ്ങൾക്ക് അവാർഡ് അതൊക്കെ തന്നെയാണ് പ്രോത്സാഹനങ്ങൾ, പൈസ മാത്രമല്ലല്ലോ. ഓക്കെ. ആ പരിപാടിക്ക് വിളിക്കാറുണ്ട്. മറ്റേതല്ല CDSന്റെ ഭാഗത്തുനിന്ന് ഞങ്ങള് കുടുംബശ്രീയുടെ 14ാം വാർഷികത്തിനും പിന്നെ പുസ്തക യാത്രയ്ക്ക് SM-പുരത്ത് നടന്ന അവിടെ നടന്ന അന്നത്തെ ഒരു ദിവസത്തെ പരിപാടിയിൽ പുസ്തക യാത്രയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. കുടുംബശ്രീ വനിതകൾ ഇത് എഴുതി അവരനുഭവക്കുറിപ്പുകൾ എഴുതി ഉണ്ടാക്കിയത്. ഈ 14 വർഷമായിട്ട് കുടുംബശ്രീ സംവിധാനം നിലവിൽ വന്നതിന് ശേഷം ഓരോരുത്തർക്കും ഉണ്ടായ നല്ല അനുഭവങ്ങളും മോശമായ അനുഭവങ്ങളും കുടുംബശ്രീയിൽ ഉണ്ടായ നേട്ടവും കോട്ടമൊക്കെ എല്ലാവരുടെ കയ്യിൽ നിന്നും ഒരു കുറിപ്പ് രൂപത്തിൽ വാങ്ങിക്കുകയും ആ കുറിപ്പ് എല്ലാ പഞ്ചായത്തിലും പുസ്തകമായി രൂപാന്തരപ്പെടുകയും അത് പ്രകാശനം ചെയ്യുന്ന ഒരു ചടങ്ങ് SM-പുരത്ത് വെച്ചുണ്ടാവുകയും ചെയ്തിരുന്നു മാസങ്ങൾക്ക് മുൻപ്. അവിടെ വെച്ച് ആ സ്റ്റേജിൽ കയ്പമാനം പഞ്ചായത്തിൽ നിന്ന് ഏക പരിപാടി ഞങ്ങളുടെ ഒരു കാളകളിയായിരുന്നു. അങ്ങനെയുള്ള പ്രോത്സാഹനം. കാളകളി കൂടാണ്ട് വേറെ എന്തെങ്കിലും ഐറ്റംസുകൾ നിങ്ങൾ അവതരിപ്പിക്കാറുണ്ടോ? ഓണക്കളിയാണ്. ഓണക്കളിയുണ്ട്. ചേച്ചിയുടെ പേരെന്താണ്? സരോജിനി. സരോജിനി. ഓണക്കളി മാത്രം കളിക്കാറുള്ളൂ? പിന്നെ ഒപ്പന. ആ പിന്നെ നാടോടി പാട്ട്. പാട്ടും നിർത്തില്ല. നാടോടി പാട്ട് മാത്രമേ നാടോടിപ്പാട്ട്, കൊയ്ത്തുപാട്ട്, കാളകളി, ഒപ്പന, തിരുവാതിരക്കളി, മറ്റ് പല കുറത്തി വേഷം അങ്ങനെയൊക്കെ ചെയ്യാവുന്നത് പരമാവധി ഞങ്ങൾ ചെയ്യാറുണ്ട്. മോണാക്ട് അങ്ങനെയൊക്കെ ചെയ്യാവുന്നത് കൂടുതൽ ഞങ്ങൾ മോണാക്ട് അവതരിപ്പിക്കാറില്ല. ഡെയിലി 17ാം വാർഡ് തിരിഞ്ഞതിന് ശേഷം ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് പേര് അങ്ങോട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അവരും ഒന്നിച്ച് കൂടുമ്പോൾ അവരിൽ നിന്നുള്ള ആളുകളും കൂടി ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്തത്. ഇപ്പം ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് അവർ ഞങ്ങളെ നിന്ന് ഇപ്പം മാറിപ്പോയെന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ട് കൂടി വരാനുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം കൂടിയായി ഞങ്ങൾ അവരൊന്നിച്ചുള്ളപ്പോഴാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് 2 വർഷം മുൻപ്. പേരെന്താണ് ചേച്ചിയുടെ? ചാന്ത പാട്ട് പാടുവോ? ഇല്ല. പണ്ടും പാട്ട് പാടിയില്ല, ഇപ്പോഴും പാട്ട് പാടൂല. പണ്ടും ഞാൻ ആ കല്ല് വെക്കിയിരുന്നില്ല, ഇന്നും ഞാൻ ആ കല്ല് വെക്കൂല. അതുകൊണ്ട് എനിക്ക് പണ്ടത്തെ ആരും തന്നെ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ പോയി. ചേച്ചിയുടെ പേരെന്താണ്? പ്രീതി. പാട്ടൊക്കെ പാടുവോ? ഇല്ല. കലാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ടോ ഇവരായിട്ട്? എന്ത് കളിയാണ് കളിച്ചിട്ടുള്ളത്? തിരുവാതിര കളി കളിച്ചിട്ടുണ്ട്. ആ പിന്നെ വേറെ എന്തെങ്കിലും ഐറ്റം? ഇല്ല. കൊയ്ത്തിന്റെ ഒരു ഇത് കളിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ. ചേച്ചി എന്താണ് പേരെന്താണ്? സുലേഖ. എന്താണ് ഈ ഇവരെ പ്രവർത്തനത്തിൽ എന്താണ് ഭാഗം? ഇവിടെ കുടുംബശ്രീയിൽ ഒരംഗം കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നു. തരക്കേടില്ല. കുഴപ്പമില്ലാത്ത വരുമാനം കിട്ടാറുണ്ടോ? തരക്കേടില്ല, മുന്നോട്ട് പോണു തട്ടിമുട്ടി. ചേച്ചിയുടെ പേരെന്താണ്? എന്തിന്റെ പേര്? സീനത്ത്. ഒന്നും പറയാൻ ഇല്ല. ടീം സിസ്റ്റേഴ്സിന്റെ തിരുവാതിരക്കളി നമ്മൾക്കൊന്ന് വീക്ഷിക്കാം. ഓം നമഃ ചരുമുഖേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേ. ചരുമുഖേ കൃഷ്ണ
വാസുദേവ കൃഷ്ണ ആനന്ദമെല്ലാം അകറ്റിടേണേ വാസുദേവ കൃഷ്ണ ആനന്ദമെല്ലാം അകറ്റിടേണേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ നാഥ ജഗന്നിവാസ കൃഷ്ണ നിന്റെ മുന്നിൽ വിളങ്ങിടേണേ നിരനാഥ ജഗന്നിവാസ കൃഷ്ണ ഇന്നെൻ്റെ മുന്നിൽ വിളങ്ങിടേണേ നീ ഗോപാല കമല നേത്ര കൃഷ്ണ ഇന്നെൻ്റെ മുന്നിൽ വിളങ്ങിടേണേ ഉണ്ണി ഗോപാല കമല നേത്ര കൃഷ്ണ ഇന്നെൻ്റെ മുന്നിൽ വിളങ്ങിടേണേ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ എഴുലോകിനു അന്നനാഥ കൃഷ്ണ ഇരഞ്ചുലോമി വണങ്ങിടുന്നേ ഇരങ്ങലോനാഥ കൃഷ്ണ ഇരഞ്ചും കൂപ്പി വണങ്ങിടുന്നേ തന്ന കൗതുകമന്ദരംഗേ കൃഷ്ണ ഓർക്കിനിയുമേനി കൊങ്ങി കാൺമാൻ ഒട്ടല്ല കൗതുകമന്ദരംഗേ കൃഷ്ണ ഓർക്കിനിയുമേനി ഭംഗി കാൺമാൻ ഹരേ ജയ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ ഹരേ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ ഹരേ കുഴൽ വിളി മെലമോടെ കൃഷ്ണ ഒളിവരിയില്ലേ അപബാലേ കുഴൽ വിളി മേഘമോടെ കൃഷ്ണ ഒളിവരിയില്ലേ ഗോപബാലേ അധികമായ സുഖത്തിലായ കൃഷ്ണ എനിക്കൊരു മോഹമില്ലേ അധികമായ സുഖത്തിലായ കൃഷ്ണ എനിക്കൊരു മോഹമില്ലേ വർണ്ണകൃഷ്ണേശ്വര കൃഷ്ണമുഖരാം കൈതൊഴുന്നേൻ മുഖി വർണ്ണകൃഷ്ണേകുലേശ്വര കൃഷ്ണമുഖിനെ കൈതൊഴുന്നേൻ ശ്രീധര ചാരുമുഖേ കൃഷ്ണ അന്നലി കൂപ്പി വണങ്ങിടുന്നേൻ ആരുമുഖേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേൻ അനന്തലങ്കാര വാസുദേവ കൃഷ്ണ ആനന്ദമെല്ലാം അകറ്റിടേണേ അനന്തലങ്കാര വാസുദേവ കൃഷ്ണ ആനന്ദമെല്ലാം അകറ്റിടേണേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ